സൃഷ്ടികളിലേക്ക് റബ്ബ് ഏറെ അടുത്തു വരുന്ന ദിവസമാണത്. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സമയങ്ങളാണത്. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന, നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കപ്പെടുന്ന, അതേപോലെ തന്നെ നരകവിമോചനത്തിന്റെ അവസരങ്ങളാണ് അതൊക്കെ. മാമിൻ യൗമിൻ, ഒരു ദിവസവും ഇല്ല, അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ, അടിമയെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇത്രയേറെ മോചനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. മിൻ യൗമി അറഫ, അറഫാ ദിനത്തോളം അത്രത്തോളം ഒരു ദിവസം വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു ലയദുനു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അല്ലാഹു അവന്റെ അടിമകളോട് അടുത്ത് വന്ന് മലക്കുകളോട് വലിയ അഭിമാനം പറഞ്ഞിട്ട് പറയും, മാ അറാദ ഹൗലായി, എന്താണ് ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്ന സമയമാണത് എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല അന്നത്തെ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിനമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, അറഫാ ദിനമാണ് ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല ദിവസമാണത്, അന്നത്തെ ദിവസത്തെ ദുആ. അതുപോലെ തന്നെ അന്നത്തെ ദിക്റുകൾ, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുകൂടി അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറഫാ നോമ്പിനെ സംബന്ധിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അവിടുന്ന് അതിന്റെ മഹത്വം പറഞ്ഞത് കേൾക്കുക. യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ, 2 വർഷത്തെ ചെറുദോഷങ്ങൾക്കത് പരിഹാരമാണ്. ഒരൊറ്റ ദിവസത്തിന്റെ നോമ്പ് 2 വർഷങ്ങളോട് കിടപിടിക്കുമെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അറഫാ ദിനത്തിലെ നോമ്പനുഷ്ഠിക്കുന്ന കാര്യത്തിലും നമുക്ക് വളരെയേറെ ശ്രദ്ധയുണ്ടാകണം. പ്രത്യേകം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടുന്ന കാലമാണ്. ഏത് കാലത്തും നമ്മൾ കണ്ണിനെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം. അതോടൊപ്പം ഹാദാ യൗമുൻ, ഈ ദിവസം മൻ മലക ഫീഹി സംഅഹു വബസറഹു വലിസാനഹു, ആര് തന്റെ കാതിനെയും കണ്ണിനെയും നാവിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുവോ, ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നൊക്കെ പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു തിന്മയിലേക്ക് നമ്മുടെ കണ്ണും കാതും നാവും ചലിപ്പിക്കാതെ കൃത്യമായി റബ്ബിനെ തഖ്വ പാലിച്ചുകൊണ്ടുള്ള സൂക്ഷ്മമായ ജീവിതത്തിന്റെ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം വളരെ ശ്രദ്ധയുള്ളവരായി മാറുക, റഹ്മാനായ റബ്ബിനോട് കൂടുതൽ അടുക്കുക, പാപങ്ങൾ അവനോട് ഏറ്റുപറയുക,